ഹായ്, സ്പൈഡർ അറ്റാക്ക് ബേസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഫ്രഞ്ച് സർവൈവൽ ത്രില്ലർ സിനിമയായിരുന്നു ഇൻഫെസ്റ്റഡ് എന്നുള്ളത്. 2023 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ഒരു സിനിമയുടെ തമിഴ് ഡബ്ബ് വേർഷൻ അല്ലെങ്കിൽ തമിഴ് ഡബ്ബ് ചെയ്ത ആമസോൺ പ്രൈമിലൂടെ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. സ്പൈഡേഴ്സ് എന്ന് പറഞ്ഞ പേരിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ചിത്രം എങ്ങനെയുണ്ടെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സിനിമയുടെ ഒരു പ്രമേയം എന്നുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ സ്പൈഡർ അറ്റാക്ക് എന്നുള്ളതാണ് ഒരു തീം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സ്പീഷീസുകളൊക്കെ വളർത്താനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഈ ചെലന്തി അതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെലന്തി, അതും വിഷമുള്ള ഒരു ചെലന്തീനെ മേടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലുകയാണ്. ഇതിനുശേഷം അരങ്ങേറുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളായിരുന്നു ചിത്രത്തിൻ്റെ പ്രമേയം എന്നുള്ളത്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ ഒരു സിനിമ നിങ്ങൾക്ക് കുറച്ച് ത്രില്ലൊക്കെ അടിക്കാൻ സാധിക്കും. അതും പലയിടങ്ങളിലും നിങ്ങൾക്ക് നെയിൽ വെയിറ്റിംഗ് മൂഡിൽ ഇങ്ങനെ സീറ്റഡ് ത്രിൽ എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിൽ ഇങ്ങനെ ക്ഷമയോടെ നോക്കിയിരുന്ന് കാണാൻ പറ്റുന്ന കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ സിനിമ സൃഷ്ടിക്കുന്നുണ്ട്. അതും പ്രധാനമായിട്ട് പറയേണ്ടത്, നിങ്ങൾക്കിപ്പോൾ ചെലന്തീനെയൊക്കെ പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫീലാകും. കാരണം എനിക്ക് ഈ ചെലന്തീനെയൊക്കെ പേടിയാണ്. ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ താഴോട്ട് തറയിലോട്ടും ഭിത്തിയിലോട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇനി ഇവിടെ ചെലന്തി വല്ലതും ഉണ്ടോ, ആ ഒരു പേടി നമുക്ക് വരുന്നുണ്ട്. അത് ഒരു പക്ഷേ എനിക്ക് പേടിയുള്ളതുകൊണ്ടായിരിക്കാം. എന്തായാലും അത്തരത്തിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത. തീർച്ചയായിട്ടും അതിന് മുഖ്യ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്നുള്ളത് ചിത്രത്തിൻ്റെ ആ ഒരു എഫക്ട്സ് വർക്കുകളും കാര്യങ്ങളൊക്കെ തന്നെ ഗംഭീരമായിരുന്നു. വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ സ്ക്രീനിലേക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ എത്തിക്കാൻ വേണ്ടി ആ ഡിപ്പാർട്ട്മെൻറ്റിന് സാധിച്ചു എന്നുള്ളിടത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ത്രില്ലിംഗ് ഫീൽ നമുക്ക് കിട്ടിയതിനുള്ള പ്രധാന കാരണവും. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ടെക്നിക്കൽ വർക്കൊക്കെ തന്നെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കിഡുമായിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഗംഭീരമായിട്ടുള്ള സിനിമാറ്റോഗ്രഫി ഉണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് വർക്കൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. ഒരു വെറൈറ്റി ടൈപ്പിലൊക്കെയാണ് മ്യൂസിക് വർക്കൊക്കെ ഇതിനുള്ളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നൈസായിട്ടുള്ള എഡിറ്റിംഗ് വർക്കുകളും ഒക്കെ തന്നെ ചിത്രത്തിനുള്ളിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ പ്രകടനങ്ങൾ ഓൾമോസ്റ്റ് വന്നിരിക്കുന്ന എല്ലാ താരങ്ങളും നൈസായിട്ടുള്ള പ്രകടനങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഞാനൊരു മസ്റ്റ് വാച്ച് എന്നൊന്നും പറയുന്നില്ല, 1.25 മണിക്കൂറുള്ള ഒരു സിനിമയാണ്. കുറച്ചൊക്കെ നിങ്ങളെ ത്രില്ലടിപ്പിക്കും. നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ സംഭവം ഒന്നും ഓർത്ത് പോകണ്ട. കാരണം എന്നുള്ളത്, എനിക്ക് ഈ സിനിമയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറയാൻ തോന്നുന്നുണ്ട്. ഒരു പ്രധാനമായിട്ട് പറയേണ്ടത്, അത് നമുക്ക് ഡൈജസ്റ്റ് ആകാത്ത രീതിയിലാണ് പല സിറ്റുവേഷൻസിനെയും ഇവർ കടത്തിവിടുന്നത്. എസ്പെഷ്യലി എനിക്ക് ക്ലൈമാക്സിൽ അങ്ങനെയൊക്കെ കുറച്ച് പോർഷൻസ് തോന്നി. അത് എന്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്നുള്ളത്. കുറച്ചുകൂടി ആ ഒരു എഴുത്തിൽ കുറച്ചുകൂടി കൺവീൻസിങ് ആക്കി തന്നെ പല കാര്യങ്ങളും കുറച്ച് കൊണ്ടുപോകുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി സിനിമ ബെറ്റർ ആയനെ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ ലെങ്തും ഇല്ലല്ലോ. ഓക്കെ, പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, കുറേ ആളുകൾ സബ് ടൈറ്റിലൊന്നും ഉപയോഗിച്ച് കാണുന്നില്ല, തമിഴല്ലേ മലയാളം ഡബ്ബിങ് മാത്രമേ കാണുള്ളൂ എന്നൊക്കെയുള്ള നമുക്ക് കുറച്ച് ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയൊക്കെയാണ് ഈ ഒരു സജഷൻ എന്നുള്ളത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഫാമിലി ആയിട്ട് തന്നെ ഇരുന്ന് കാണാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ അങ്ങനത്തെ 18+ കണ്ടന്റ് ഇല്ല. ഓക്കെ, എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഒരു 6.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10-6 കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞേക്കണം. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ടാണ്.